ഹായ് എവരിവൺ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിയോഡലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ സർവേ ഇൻസ്ട്രുമെൻറ്റ്, ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ്, ഞാൻ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കൽ ടേംസ്, അതായത് ഇപ്പം നോർമലി ഒരു വ്യക്തി വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് പഠിക്കുന്നതും അതുപോലെ തന്നെ ITI, ഡിപ്ലോമ, BTech ഇതേപോലുള്ളതൊന്ന് പഠിച്ച് ആ വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിലുള്ളൊരു വ്യക്തിക്ക് വ്യക്തമായിട്ട് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു പഠിച്ച വ്യക്തി, ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തായാലും ഒരു വർക്കിനെ പറ്റി വിശദമായിട്ട് പ്രൊസീജിയർ എന്നുള്ള രീതിയിലും ആ പാർട്സിനെ പറ്റി, പാർട്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ വെയിറ്റ്, ഹൈറ്റ്, ആ മെഷർമെൻറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തെപ്പറ്റി ആ ഒരു വ്യക്തി ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആൾ സർട്ടിഫൈഡ് ആയിട്ടുണ്ടാവുക. അല്ലാതെ തന്നെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ആൾ കണ്ടും കേട്ടും മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ ടേംസ്, ഇപ്പോൾ തിയോഡലൈറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ടെക്നിക്കൽ ടേംസ്, പാർട്സിനെ പറ്റിയും അതിൻ്റെ പല പൊസിഷനെ പറ്റിയും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി ടെക്നിക്കൽ ടേംസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസും ഫണ്ടമെൻ്റൽ ലൈൻസും നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് സെൻറ്ററിങ് എന്താണെന്ന് നോക്കാം. സെൻറ്ററിങ് ഗ്രൗണ്ടിലുള്ള ഒരു പോയിൻറ്റിന് മുകളിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്താലും നമുക്ക് അതിനൊരു വെർട്ടിക്കൽ ആക്സസ് ഉണ്ടാവും. ഈ തിയോഡലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സസ് ഗ്രൗണ്ടിലുള്ള ഒരു പോയിൻറ്റിന് മുകളിൽ അലൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് സെൻറ്റർ ഷിഫ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് മൈന്യൂട്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസൺ ചെയ്ത് ഇവിടെ നമ്മളൊരു പ്ലംബ് ബോബ് തൂക്കിയിടും. ഈ പിന്നിൽ പ്ലംബ് ബോബ് തൂക്കിയിട്ടാണ് നമ്മൾ ഇത് സെൻറ്റർ ചെയ്യുന്നത്. സെൻറ്റർ ഷിഫ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്ത് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ വരെ നമുക്ക് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ട്രാൻസിറ്റിങ് പഠിക്കാം. തിയോഡലൈറ്റിൻ്റെ ഹൊറിസോണ്ടൽ ആക്സസ് ആണിത്. ഈ ഹൊറിസോണ്ടൽ ആക്സസിൽ ഈ ആക്സസ് ഉള്ളതുകൊണ്ടാണ് ഈ ടെലസ്കോപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇങ്ങനെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിറ്റിങ്ങിനെ പ്ലങ്ങിങ് എന്നോ റിവേഴ്സിങ് എന്നോ പറയും. ഈ 3 പേരുകളിലും ട്രാൻസിറ്റിംഗ് അറിയപ്പെടും. മെയിനായിട്ടും തിയോഡലൈറ്റുകളെ 2ആയിട്ടാണ് തിരിക്കുന്നത്, ട്രാൻസിറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിറ്റ് ചെയ്യാത്ത തിയോഡലൈറ്റുകളെ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ആ തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പുകളെല്ലാം ഹൊറിസോണ്ടലിലായിരിക്കും ടെലസ്കോപ്പുകളെല്ലാം മാനുഫാക്ചറിങ്ങിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ട്രാൻസിറ്റ് ചെയ്യാത്ത തിയോഡലൈറ്റുകളായിരിക്കും. തിയോഡലൈറ്റിലുള്ള റീഡിങ്സിൻ്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് വെർനിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മൈക്രോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള തിയോഡലൈറ്റുകളും അവൈലബിളാണ്. പക്ഷേ ഈ തിയോഡലൈറ്റ് വെർനിയർ ആയതുകൊണ്ട് നമുക്ക് ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറയാം. അതായത് ട്രാൻസിറ്റിംഗ് ഉള്ള വെർനിയറുമുള്ള തിയോഡലൈറ്റുകളെ നമുക്ക് ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റ് എന്ന് വിളിക്കാം. തിയോഡലൈറ്റിൻ്റെ സൈസ് പറയുന്നത് ലോവർ സർക്കുലർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 8 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ലോവർ സർക്കിളാണ് നമ്മൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ചില അവസരം ട്രയാങ്കുലേഷൻ വർക്കുകളിലൊക്കെ 14 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള തിയോഡലൈറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവർ സർക്കുലർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ബേസ് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്വിങ്ങിങ് എന്താണെന്ന് പഠിക്കാം. സ്വിങ്ങിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്, അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ നമ്മുടെ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ടെലസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. അതായത് റൈറ്റ് സ്വിങ് എന്നാണ് പറയുന്നത്. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നതിന് റൈറ്റ് സ്വിങ് എന്നും, കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയാണെങ്കിൽ ലെഫ്റ്റ് സ്വിങ് എന്നും പറയും. ഇതാണ് ഫേസ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പിൻ്റെ ഇടതുവശത്താണ് വെർട്ടിക്കൽ സർക്കിൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതിനെയാണ് ഫേസ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനെ ഫേസ് ലെഫ്റ്റ് എന്ന് പറയും. ഇപ്പോൾ എടുക്കുന്ന റീഡിങ്സ് മുഴുവൻ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്നും പറയും. ഇപ്പോൾ ഇരിക്കുന്നത് തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പിൻ്റെ വലതുവശത്താണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പൊസിഷൻ
ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഫേസ് റൈറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എടുക്കുന്ന റീഡിങ്സ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്നും പറയും. ഇനി നമുക്ക് ചേഞ്ചിങ് ഫേസ് എന്താണെന്ന് പഠിക്കാം. അതായത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന വെർട്ടിക്കൽ സർക്കിൾ, നോർമലായിട്ട് തിയോഡലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ടെലസ്കോപ്പിൻ്റെ മുകളിലാവണം പിൻസ്, ഈ ടാർഗറ്റ് പിൻസ് മുകളിലാകണം. അങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റ് സൈഡാണ് ഇരിക്കുന്നത്. ഈ വെർട്ടിക്കൽ സർക്കിളിനെ നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ചേഞ്ചിങ് ഫേസ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ സർക്കിളിനെ നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ടുവരാനായിട്ട് 180 ഡിഗ്രി നമ്മൾ ടെലസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 180 ഡിഗ്രി നമുക്ക് സ്വിങ്ങിങ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ടെലസ്കോപ്പിൻ്റെ റൈറ്റ് സൈഡിലാകും നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ.